ഇത് നമുക്കങ്ങ് യുകെയിൽ നിന്ന് കിട്ടിയ ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ. ലീന ചേച്ചിയായിരുന്നു കേക്കിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി വിളിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടയിൽ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മണക്കാലയിൽ കേക്ക് ഡെലിവറി ഉണ്ടോ എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാര്യം ഞാനിപ്പോൾ താമസിക്കുന്നത് മണക്കാലയിൽ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ചേച്ചിയുടെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ അവരായിരുന്നു കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ തീമും കാര്യങ്ങളൊക്കെ എന്ത് വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആദ്യം സ്പൈഡർമാനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവസാനം വന്ന് നമ്മുടെ കാത്തു തീമിൽ തന്നെ ഫൈനൽ ചെയ്യുമായിരുന്നു കേട്ടോ. കേക്കിൻ്റെ ടോപ്പിലായിട്ട് കുഞ്ഞുങ്ങളുടെ പിക്കും കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചേച്ചി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞെങ്കിലും കാത്തു തീമിൽ അതെങ്ങനെ മാച്ചാവും എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. അവസാനം നമ്മളിങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേന് ആ ഒരു കേക്കിൽ ഈ ഒരു പിക്കും കൂടെ വെച്ചപ്പോൾ നമ്മുടെ ഈ കാത്തുവിൻ്റെയും അപ്പൂൻ്റെയും ഒക്കെ കൂടെ ആ കുട്ടികളും കൂടെ കളിക്കുന്ന രീതിയിലാട്ടോ എനിക്ക് തോന്നിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ കേക്കിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരും കൂടെ ആ ഒരു വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് ഇവരൊപ്പം തന്നെ നിൽക്കുന്നു എന്നുള്ളൊരു രീതിയിലായിരുന്നു കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. ലീന ചേച്ചിക്ക് എന്നെ സജസ്റ്റ് ചെയ്തത് ചേച്ചിയുടെ നാത്തൂൻ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കേക്ക് ഡെലിവറി ചെയ്യാനുള്ളത് നാത്തൂൻ്റെ വീട്ടിലോട്ട് തന്നെ ആയിരുന്നു. രാവിലെ കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പീസ് കേക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൈനാപ്പിൾ കേക്കായിരുന്നു ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു 10-70 പീസോളം ഉണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മൾ രാവിലെ 10 മണിക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക്, അതായത് ബർത്ത്ഡേ കേക്ക്, നമുക്ക് വൈകുന്നേരം വീട്ടിലായിരുന്നു ഡെലിവറി ചെയ്യാനുള്ളായിരുന്നത്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അങ്ങനെ എന്തായാലും ഏട്ടനായിരുന്നു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാത്തു തീം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.